തമിഴിലെ എക്കാലത്തെയും ക്ലാസിക് ചിത്രമാണ് മണിരത്നം സംവിധാനം ചെയ്ത ദളപതി. രജനികാന്തും മമ്മൂട്ടിയും പ്രധാന വേഷങ്ങളിലെത്തിയ ചിത്രം വർഷങ്ങൾക്കിപ്പുറം പ്രേക്ഷകർ നെഞ്ചോട് ചേർത്ത് വയ്ക്കുന്ന ഒന്നാണ്. ഇപ്പോഴിതാ തന്റെ പിറന്നാളിനോടനുബന്ധിച്ച് ദളപതി വീണ്ടും ബിഗ് സ്ക്രീനിലേക്ക് തിരിച്ചെത്തുകയാണ്. നാളെ ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ ദളപതി ടീ റിലീസ് ചെയ്യും. ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട്. വളരെ മികച്ച ബുക്കിംഗ് ആണ് ടീ റിലീസിന് ലഭിക്കുന്നതെന്നാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള സൂചന. തമിഴ്നാട്ടിലെ പ്രശസ്ത തിയേറ്ററുകളിൽ ഒന്നായ രോഹിണി സിൽവർ സ്ക്രീനിൽ ഇതിനോടകം തന്നെ ചിത്രം 4500-ലധികം ടിക്കറ്റുകൾ വിറ്റഴിച്ചു എന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ. തമിഴ്നാട്ടിൽ ഇന്ന് രാത്രി മുതലാണ് ചിത്രത്തിന്റെ ഷോ ആരംഭിക്കുന്നത്. കേരളത്തിലും സിനിമയ്ക്ക് വലിയ വരവേൽപ്പ് ലഭിക്കുമെന്നാണ് കരുതുന്നത്. പുത്തൻ സാങ്കേതിക വിദ്യയുടെ അകമ്പടിയോടെ 4K ഡോൾബി അറ്റ്മോസിലാണ് ഇത്തവണ ദളപതി പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തുന്നത്. SSA പ്രൊഡക്ഷൻ ആണ് ചിത്രം തമിഴ്നാട്ടിലും കർണാടകയിലും റിലീസ് ചെയ്യുന്നത്. സൂര്യ എന്ന കഥാപാത്രമായി ദളപതിയിൽ രജനി തകർത്താടിയപ്പോൾ ദേവായായി മമ്മൂട്ടി ഞെട്ടിച്ചു. ചിത്രത്തിലെ ഇളയരാജ ഈണം നൽകിയ ഗാനങ്ങളെല്ലാം ഇന്നും ആണ്. സന്തോഷ് ശിവൻ ഛായാഗ്രഹണം നിർവഹിച്ച ചിത്രത്തിൽ എഡിറ്റിംഗ് കൈകാര്യം ചെയ്തത് സുരേഷ് ആണ്. അരവിന്ദ് സ്വാമി, അംബരീഷ്, ശോഭന, ശ്രീവിദ്യ, ഭാനുപ്രിയ, ഗീത, നാഗേഷ് എന്നിവരായിരുന്നു ചിത്രത്തിൽ മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ളത്. രജനിയുടെ പിറന്നാളിനോടനുബന്ധിച്ച് സുരേഷ് കൃഷ്ണ സംവിധാനം ചെയ്ത ബാബ ടീം മാസ്റ്റർ ചെയ്ത് പുറത്തിറക്കിയിരുന്നു. മികച്ച പ്രതികരണമായിരുന്നു അന്ന് ചിത്രത്തിന് ലഭിച്ചത്. ബാബയെപ്പോലെ വലിയ രീതിയിലുള്ള റിലീസാണ് ദളപതിക്കും ലഭിക്കുക എന്നതാണ് പ്രതീക്ഷ. ലോകേഷ് കനകര സംവിധാനം ചെയ്യുന്ന കൂലി എന്ന ചിത്രത്തിലാണ് രജനി ഇപ്പോൾ അഭിനയിക്കുന്നത്. ഈ ആക്ഷൻ ത്രില്ലർ ചിത്രം 2025 മെയ് മാസത്തിൽ പുറത്തിറങ്ങും. നാഗാർജുൻ, അക്കിനേനി, ഉപേന്ദ്ര റാവു, സൗബിൻ ഷക്കീർ എന്നിവരും കൂലിയിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട്.